ശ്രീനന്ദയ്ക്കായുള്ള കാത്തിരിപ്പ് വിഫലമായി. ചിക്കമംഗലൂരുവിലെ മാണിക്യധാര വ്യൂ പോയിന്റിന് താഴ്വാരത്ത് നിന്ന് മൃതദേഹം കണ്ടെത്തി. മൃതദേഹം പുറത്തെത്തിക്കാനുള്ള നടപടികൾ തുടരുകയാണ്. ചൊവ്വാഴ്ച വൈകിട്ടാണ് കുടുംബത്തോടൊപ്പം വിനോദയാത്രയ്ക്കെത്തിയ ശ്രീനന്ദയെ കാണാതായത്. സായികുമാർ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. സായി, പെൺകുഞ്ഞിനെ കാണാതായി എന്ന വാർത്ത കിട്ടിയതു മുതൽ കണ്ടെത്താൻ കഴിയുമെന്നൊരു പ്രതീക്ഷ, ഒരുപക്ഷെ ചെക്ക് പോസ്റ്റുകൾ കേന്ദ്രീകരിച്ച് പോലും പരിശോധനകൾ നടത്തിയിരുന്നു. വീണുപോയിട്ടുണ്ടാകില്ല എന്നുള്ളതായിരുന്നു പ്രാഥമികമായുണ്ടായിരുന്ന വിലയിരുത്തൽ. പക്ഷേ ആ പ്രതീക്ഷകളും എല്ലാം ജീവനോടെ വീണ്ടു കിട്ടുമെന്ന പ്രതീക്ഷയിലുള്ള തിരച്ചിലും വിഫലമായിപ്പോയി. തീർച്ചയായും അത് വലിയ പ്രതീക്ഷയാണ് കുടുംബത്തെ സംബന്ധിച്ചുണ്ടായിരുന്നത്. ആ ഞെട്ടലിൽ നിന്ന് അവർ ഇതുവരെ മുക്തമായിരുന്നില്ല. കാരണം 4 ദിവസമായി തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആ കാഴ്ചകളൊക്കെ ഒരുമിച്ച് കണ്ട ശ്രീനന്ദ വളരെ പെട്ടെന്ന് അപ്രത്യക്ഷയാകുന്നു. പിന്നീട് വലിയ രീതിയിലുള്ള പരിശോധന തിരച്ചിലൊക്കെ അവിടെ നടത്തുകയും ചെയ്തതാണ്. കുടുംബാംഗങ്ങൾ കഴിഞ്ഞ 4 ദിവസമായി പ്രദേശത്ത് തിരച്ചിൽ നടത്തുന്നു. അവിടെ ഉണ്ടായിരുന്ന ആളുകളോടൊക്കെ ആവർത്തിച്ച് ചോദിക്കുന്നു, ശ്രീനന്ദയുടെ ഫോട്ടോ ഒക്കെ കാണിച്ച് ഇങ്ങനെയുള്ള ഒരു കുട്ടിയെ കണ്ടിരുന്നു എന്ന്. പക്ഷേ ഒരു തരത്തിലും ഉള്ള ഒരു മറുപടിയും അവർക്ക് കൃത്യമായി അവിടെ നിന്ന് കിട്ടിയിരുന്നില്ല. അപ്പോഴും ഈ താഴേക്ക് വീണു പോയിട്ടുണ്ടാകില്ല എന്ന ഒരു പ്രതീക്ഷ തന്നെയാണ് കുടുംബത്തിനുണ്ടായിരുന്നത്. അങ്ങനെ വീണു പോയിരുന്നെങ്കിൽ അത് ഒരാളെങ്കിലും കാണുമായിരുന്നു, ആ ശബ്ദം ഒരാളെങ്കിലും കേൾക്കുമായിരുന്നു. അവിടെ ഈ സംഘത്തോടൊപ്പം തന്നെ ഏകദേശം 40-ലധികം ആൾക്കാർ ഉണ്ടായിരുന്നു. ആ പ്രദേശത്ത് കാഴ്ച കാണാനെത്തിയ മറ്റ് സംഘങ്ങളുണ്ടായിരുന്നു. അങ്ങനെ ഒരാൾ പോലും ശ്രീനന്ദ ഈ താഴ്ചയിലേക്ക് വീഴുന്നത് കണ്ടിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഏകദേശം 1500ഓളം അടി താഴ്ചയിൽ നിന്നാണ് ശ്രീനന്ദയുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. ഇന്ന് ഏകദേശം 100 അംഗ സംഘം വിവിധ സംഘങ്ങളായി തിരിഞ്ഞ് വിവിധ ഇടങ്ങളിൽ ഈ താഴെ വീണു പോയിട്ടുണ്ടെങ്കിൽ കണ്ടെത്താൻ പാകത്തിലുള്ള സ്ഥലങ്ങളിലൊക്കെ തിരച്ചിൽ നടത്തുന്നതിനിടയിലാണ് ഇപ്പോൾ ഈ മൃതദേഹം കണ്ടെത്തിയെന്നുള്ള വാർത്ത പുറത്തു വരുന്നത്. ഏകദേശം 1500ഓളം അടി താഴ്ചയിൽ നിന്നാണ് കണ്ടെത്തിയത്. മൃതദേഹം പുറത്തേക്ക് എത്തിക്കാനുള്ള നടപടികൾ ഇപ്പോൾ അവിടെ നടക്കുകയുമാണ്. ചൊവ്വാഴ്ചയാണ് 40 അംഗ സംഘത്തോടൊപ്പം ഈ മാണിക്യധാര വെള്ളച്ചാട്ടം കാണാൻ ശ്രീനന്ദയും സംഘവും എത്തുന്നത്. ഈ കാഴ്ചകളൊക്കെ ഒരുമിച്ച് തന്നെയാണ് ഈ കുടുംബാംഗങ്ങൾ എല്ലാവരും കണ്ടത്. അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. തൊട്ട് മുൻപ് ഈ അപ്രത്യക്ഷയാകുന്നതിന് തൊട്ട് മുമ്പ് എടുത്ത ഫോട്ടോ അടക്കം ശ്രീനന്ദയുടെ അച്ഛനിന്ന് നമുക്ക് കാണിച്ചു തരികയും ചെയ്തു. പക്ഷേ അവിടെ നിന്ന് കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചിറങ്ങുന്നതിനിടയിലാണ് കൂടെ ശ്രീനന്ദ ഇല്ല എന്നുള്ള കാര്യം ഇവർക്ക് പ്രോപ്പറായിട്ടുള്ള പരിശോധനയും തിരച്ചിലും സമയബന്ധിതമായി നടപ്പിലായില്ല എന്നൊരു പരാതിയുണ്ടോ? ഞാൻ കഴിഞ്ഞ ദിവസം ആ കുട്ടിയുടെ അച്ഛനോട് സംസാരിച്ചതാണ്. കൃത്യമായി ഒരു വിപുലമായ ഒരു തിരച്ചിൽ ഉണ്ടായില്ല എന്നൊരു പരാതി അദ്ദേഹത്തിനും കുടുംബത്തിനും ഉണ്ടായിരുന്നു. ആദ്യഘട്ടത്തിൽ അത്തരമൊരു പരാതി ഉണ്ടായിരുന്നു മാധു. പക്ഷേ പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത് സാധ്യമായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന, ഡ്രോൺ അടക്കം ഉപയോഗിച്ചുള്ള പോലീസ് നായ എത്തിച്ചുള്ള പരിശോധനയൊക്കെ നടത്തിയിരുന്നു എന്നാണ്. പക്ഷേ ആ ഒരു മൊമെന്റിൽ, ആ ഒരു കാണാതായി എന്നുള്ള ആദ്യഘട്ടത്തിൽ കാര്യമാത്രമായിട്ടുള്ള ഒരു പരിശോധന നടന്നിട്ടില്ല എന്നുള്ള ഒരു പരാതി, ഒരു ആക്ഷേപം കുടുംബത്തിനുണ്ടായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ വീണ്ടും അവർ പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ടുണ്ട്. ഉദ്യോഗസ്ഥരോടൊക്കെ സംസാരിച്ചിരുന്നു. ഇന്ന് പരിശോധന നടക്കുന്നുണ്ട് എന്നൊരു വിവരം തന്നെയാണ് അവർ പങ്കുവച്ചത്. അവർക്ക് മറ്റ് പല സംശയങ്ങളുമാണ് കുടുംബത്തിന് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നത്. കാരണം ഒരാൾ പോലും ഇങ്ങനെ താഴ്ചയിലേക്ക് വീണു പോകുന്നത് കാണാത്തത് കൊണ്ട്, അങ്ങനെ ഒരു ശബ്ദം ആരും കേൾക്കാത്തത് കൊണ്ട് തന്നെ ഒരു കിഡ്നാപ്പിംഗ് ഒക്കെ നടന്നിട്ടുണ്ടോ എന്ന ഒരു സംശയം പോലും കുടുംബാംഗങ്ങൾക്ക് ഉണ്ടായിരുന്നു. പോലീസ് നായ എത്തിയ വഴികളിലൂടെയൊക്കെ ഇന്ന് കുടുംബാംഗങ്ങൾ നമ്മുടെ പ്രതിനിധി ദീപക് മോഹനുമായിട്ട് പോകുന്നുണ്ട്. അപ്പോഴും ശ്രീനന്ദയുടെ അച്ഛൻ പറയുന്നത് താഴെ വീഴാനുള്ള ഒരു സാധ്യതയിൽ, അങ്ങനെ വീണിട്ടുണ്ടെങ്കിൽ തങ്ങൾ കാണുമായിരുന്നു, തങ്ങളുടെ കൂടെ തന്നെ ശ്രീനന്ദ ഉണ്ടായിരുന്നു, തൊട്ട് മുമ്പ് വരെ എടുത്ത ഫോട്ടോ അടക്കം എന്ന് അദ്ദേഹം നമ്മളെ കാണിക്കുന്നുണ്ട്. പക്ഷേ പെട്ടെന്നാണ് ശ്രീനന്ദ കൂടെയില്ല എന്നുള്ളൊരു വിവരം അറിയുന്നത്. ഒരാൾ പോലും അത് കാണുന്നില്ല. അവിടെ ഇരിക്കുന്ന ഭിക്ഷാടകരായിട്ടുള്ള ആളുകളോടൊക്കെ സംസാരിക്കുന്നുണ്ട്, നമ്മുടെ ദീപക് മോഹനും സംസാരിച്ചു. പക്ഷെ അവരാരും അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. കാരണം നിരവധി ആളുകൾ വന്നു പോകുന്ന ഒരു വഴി കൂടിയാണ്, വലിയ കയറ്റവും ഇറക്കവും ഒക്കെയുള്ള പടികളുള്ള ഒരു ഇടം കൂടിയാണ്. അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കാണിക്കുകയും ചെയ്യുന്നുണ്ട്. അവിടങ്ങളിലൊക്കെ പരിശോധന, അവിടെ നിന്ന് താഴേക്ക് വലിയ ഗർത്തമാണ്, വലിയ സുരക്ഷാ ബാരിക്കേഡ് ഒന്നും ഉണ്ടായിരുന്നില്ലേ സായി? അത്രമേൽ താഴ്ചയിലേക്ക് പെട്ടെന്ന് വീണു പോകാൻ കഴിയുന്ന തരത്തിൽ അപകടകരമായ ഭൂമികയോ? അതായത് ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണുന്ന അവിടെ ഒരു ഇരുമ്പ് വേലി ഉണ്ട് മാധു. പക്ഷേ അതിൻ്റെ ഉള്ളിൽ കൂടി ആളുകൾക്ക് വേണമെങ്കിൽ നുഴഞ്ഞിറങ്ങി അപ്പുറമുള്ള കാഴ്ചകൾ കാണാം. ഇപ്പോൾ ഈ കാണുന്ന ഈ ഇരുമ്പ് വേലി, അതുവഴിയാണ് ശ്രീനന്ദയും കുടുംബവും ഒക്കെ താഴേക്ക് ഇറങ്ങുകയും കയറുകയും ചെയ്തത്. അതുവഴി പിടിച്ച കാഴ്ചകൾ കാണാം. പക്ഷേ അതിൻ്റെ ഉള്ളിൽ കൂടി പോലീസ് നായ അതിൻ്റെ ഉള്ളിൽ കൂടി ഇപ്പുറത്തേക്ക് വന്നിരുന്നു. അത് അപകടകരമായൊരു സ്ഥലം കൂടിയാണ്. അപ്പോൾ ശ്രീനന്ദ അങ്ങനെ കാഴ്ചകൾ കാണാൻ വന്നിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം കുടുംബാംഗങ്ങൾക്കുണ്ടായിരുന്നു. അങ്ങനെയാണോ സംഭവിച്ചത് എന്ന് ഇപ്പോൾ ഈ മൃതദേഹം ഏകദേശം 1500ഓളം അടി കാഴ്ചയിൽ ഇവർ ആദ്യം നിന്നിരുന്ന, അല്ലെങ്കിൽ ഇവർ പോയിരുന്ന ഭാഗത്ത് നിന്ന്
1500ഓളം അടി താഴ്ചയിൽ നിന്നാണ് ഈ മൃതദേഹം കണ്ടെത്തിയത്. ഇപ്പോൾ പോലീസ് നായ വന്നതുപോലെ തന്നെ ഈ വേലി കടന്ന് കാഴ്ചകൾ കാണാൻ ശ്രീനന്ദ എത്തിയിരുന്നോ എന്നാണ്. അല്ലെങ്കിൽ നടന്നു പോകുന്ന വഴി താഴേക്ക് വീഴാനുള്ള സാധ്യതയില്ല. ആ ഒരു ഇരുമ്പ് വേലി അവിടെ ഉണ്ട്. അതിൽ പിടിച്ചുകൊണ്ടാണ് ആളുകൾ മുകളിലേക്കും താഴേക്കുമൊക്കെ കയറുകയും ഒക്കെ ചെയ്യുന്നത്. അത് മറികടന്ന് അപ്പുറ ഭാഗത്തേക്ക് പോയിരുന്നെങ്കിൽ മാത്രമേ താഴേക്ക് വീഴാനുള്ളൊരു സാധ്യതയുള്ളൂ. പക്ഷേ അങ്ങനെ ശ്രീനന്ദ പോകുന്നത് തങ്ങളുടെ ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്ന് തന്നെയാണ് ഈ കുടുംബാംഗങ്ങൾ പറയുന്നത്. അതോടൊപ്പം ഇപ്പോൾ നേരത്തെ ദീപകിനോട് സംസാരിക്കുമ്പോൾ പറയുന്നത് ഈ മൃതദേഹം കിട്ടിയ ഭാഗത്തേക്ക് ശ്രീനന്ദ പോകാനുള്ള സാധ്യതയില്ല എന്നുകൂടി ഇപ്പോൾ കുടുംബാംഗങ്ങൾ പറയുന്നുണ്ട്. എന്തായാലും ഇനി ഇപ്പോൾ കൂടെയുള്ള ആളുകളുമായി നമുക്ക് ഒരിക്കൽ കൂടി സംസാരിക്കേണ്ടി വരും. പല വിധത്തിലുള്ള സംശയങ്ങൾ അവർക്കുണ്ടായിരുന്നു. പക്ഷേ ആദ്യഘട്ടത്തിൽ ഈ പരിശോധന കാര്യമായി നടന്നിട്ടില്ല എന്നുള്ളൊരു പരാതി കൂടി അവർ ഉന്നയിച്ചിരുന്നു. പക്ഷേ ഇന്നും ഇന്നലെയുമായി ഇതിൽ കേരളത്തിൽ നിന്നുള്ള ജനപ്രതിനിധികളടക്കം ഇടപെടുന്നു. KC വേണുഗോപാൽ ഇടപെടുന്നു. അദ്ദേഹം അവിടെയുള്ള സ്ഥലം MLA, കോൺഗ്രസ് MLA തന്നെയാണ്. അദ്ദേഹത്തെ വിളിച്ച് സംസാരിക്കുന്നു. പിന്നീട് വനം വകുപ്പും പോലീസും ഒക്കെ ആക്റ്റീവായി ഇടപെടുന്നുണ്ട്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ, രക്ഷാദൗത്യ സംഘമൊക്കെ അവിടെ. ഈ മൃതദേഹം പുറത്തെത്തിക്കുക എന്നത് എത്രമേൽ കഠിനമായൊരു ശ്രമമാണ് സായി? തീർച്ചയായും 1500ഓളം അടി താഴ്ചയിൽ നിന്നാണ് ഇപ്പോൾ അത് ഈ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയിലാണ് ഈ മൃതദേഹം കണ്ടെത്തിയത്. ഇപ്പോൾ രക്ഷാദൗത്യ സംഘം അങ്ങോട്ടേക്ക് താഴേക്ക് ഇറങ്ങിപ്പോയി ആ മൃതദേഹം മുകളിലേക്ക് എത്തിക്കണം. അതിനുള്ള നടപടികൾ അവിടെ തുടങ്ങിയിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയിലാണ് ഇപ്പോൾ ആ മൃതദേഹം കണ്ടെത്തിയിട്ടുള്ളത്. അത് ശ്രീനന്ദയുടെ മൃതദേഹം തന്നെയാണ് എന്ന് ഉറപ്പിക്കുന്നു. അങ്ങനെ ഇപ്പോൾ അത് കണ്ടെത്തിയതിന് പിന്നാലെ ഇപ്പോൾ ഈ പരിശോധന ഈ കണ്ടെത്തിയ ഭാഗത്തേക്ക് ആ താഴ്ചയിലേക്ക് ഏകദേശം 1500ഓളം അടി താഴ്ചയിലേക്ക് ഇപ്പോൾ ഈ സംഘം ഇറങ്ങുകയാണ്. പാലക്കാട് സ്വദേശിനിയാണ് 15കാരിയായ ശ്രീനന്ദ. 40 അംഗ സംഘത്തോടു കൂടി കഴിഞ്ഞ ചൊവ്വാഴ്ച വൈകിട്ട് ഏകദേശം 5 മണിക്ക് ശേഷമാണ് ഇവർ ഈ സ്ഥലത്തേക്ക് എത്തിയത്. അവിടെ കാഴ്ചകളൊക്കെ കണ്ട് ഫോട്ടോയൊക്കെ എടുത്ത് തിരിച്ചിറങ്ങും വഴിയാണ് ഈ അപകടം സംഭവിച്ചത് എന്നാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം അതിന് തൊട്ട് മുമ്പ് വരെ അവരുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു ശ്രീനന്ദ. ഒറ്റയ്ക്കും പിന്നീട് കുടുംബാംഗങ്ങൾക്കൊപ്പവുമൊക്കെ എടുത്ത ഫോട്ടോ ഇന്ന് നമ്മൾ കണ്ടതാണ്. അത് ആ സമയത്തിന് തൊട്ട് മുമ്പ് എടുത്ത വളരെ കുറച്ച് സമയം മാത്രമേ അവർ അവിടെ ചിലവഴിച്ചുള്ളൂ. വെള്ളച്ചാട്ടം കണ്ട് മടങ്ങി പോവുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് അവർ അവിടെ എത്തിയത്. കുടുംബാംഗങ്ങൾക്കൊപ്പമൊക്കെ എത്തി ആ സ്ഥലം കാണുന്നു, ഫോട്ടോ എടുക്കുന്നു. അതിനുശേഷം ഇവർ തിരിച്ച് ഇറങ്ങും വഴിയാണ് ശ്രീനന്ദ കൂടെയില്ല എന്നുള്ളൊരു വിവരം അവർ അറിയുന്നത്. എന്തായാലും 4 ദിവസമായി ശ്രീനന്ദ മടങ്ങി വരും എന്നുള്ള വലിയൊരു പ്രതീക്ഷയിൽ തന്നെയായിരുന്നു. ഇന്ന് രാവിലെ അച്ഛനും അമ്മയും ഒക്കെ നമ്മോട് സംസാരിച്ചതാണ്. അവർക്ക് അവർ പറഞ്ഞ വാക്കുകൾ പോലും പൂർത്തിയാക്കാൻ കഴിയാത്തത്രയും സങ്കടവും ഞെട്ടലും ഒക്കെ ഉണ്ടായിരുന്നു. ഇതുവരെ കൂടെ ഉണ്ടായിരുന്ന പൊന്നുമകളാണെന്നാൽ ഈ സംഘത്തിൽ നിന്ന് പെട്ടെന്ന് അപ്രത്യക്ഷയാകുന്നത്.